പക്ഷെ ആ ജയിക്കുന്ന ഒരു കളിനെ കംപ്ലീറ്റ്ലി ഒരു എന്റർടൈൻമെന്റ് മോഡിലോട്ട് കൊണ്ടുവന്നത് ശരിക്കും ഡേവിഡ് മില്ലറാണ്. അത് ലാസ്റ്റ് മൊമെന്റ് വരെ ഒരു സീറ്റഡ് ത്രില്ലറായിരുന്നു. അങ്ങനെ ഒരു ഫീൽ ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാലോ ഡേവിഡ് മില്ലർ സൗത്ത് ആഫ്രിക്കക്കാരനാണ്. നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ മാച്ചസ് ഒക്കെ നമുക്കറിയാലോ, എല്ലാ കളിയും നന്നായിട്ട് കളിക്കും. പക്ഷെ അവർ ഫൈനലിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അത്രയും നോക്കൌട്ട് സ്റ്റേജുകളിൽ എത്തുന്ന സമയത്ത് അവരുടെ കളിയിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച് പറ്റാറുണ്ട്. ആൻഡ് കഴിഞ്ഞ നമ്മളെ 2024 വേൾഡ് കപ്പിലാന്ന് തോന്നുന്നു ഡേവിഡ് മില്ലറിന്റെ ഒരു ക്യാച്ച് കിട്ടിയതിന് ശേഷമാണല്ലോ നമ്മൾ ഇന്ത്യ കൺഫേം ആയിട്ടും ജയിച്ചു എന്നുള്ളൊരു ഇത് വന്നത്. അപ്പോൾ അന്നും ഇതുപോലെ ഡേവിഡ് മില്ലർ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സൗത്ത് ആഫ്രിക്ക മാച്ച് ജയിച്ചേനെ എന്നുള്ളൊരു ഡിസ്കഷൻ വരെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് ആ ഒരു പ്ലെയറിന്റെ ഒരു ക്വാളിറ്റി. ഒരേ സമയം ആ ഒരു പ്ലെയറിന് നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ലക്ക് ഫാക്ടർ എവിടേക്കോ ആ ടോട്ടൽ സൗത്ത് ആഫ്രിക്ക ടീമിന് തന്നെ കുറവുള്ളൊരു ഫീൽ എനിക്ക് ഇതിന് മുന്നേ കുറെ തവണ തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവർ വലിയ വലിയ ചാമ്പ്യൻഷിപ്പിൽ പോകുന്ന സമയത്ത് നോക്കൌട്ട് സ്റ്റേജുകളിൽ ഔട്ട് ആവുന്നത്, അത്രയും നേരം നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ട് ലാസ്റ്റിലോട്ട് പുറത്ത് പോകുന്നത് ചിലപ്പോൾ ആ ഒരു ലക്ക് ഫാക്ടറിന്റെ ഒരു പ്രശ്നമായിരിക്കാം. എന്തായാലും ഇന്നലെ നല്ല മാച്ചായിരുന്നു. GTന്റെ ഭാഗത്തുനിന്ന് സായ് സുദർശൻ ഫോം ആയില്ല, പക്ഷെ ഗില്ല് അതുപോലെ ജോസ് ബട്ട്ലർ, വാഷിംഗ്ടൺ സുന്ദർ 3 പേരും 50 അടിച്ചൊരു മാച്ചായിരുന്നു. ആൻഡ് 70 റൺസായിട്ടും ഗില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് പദം നിസംഗ ഇന്നലെ നന്നായിട്ട് കളിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഡേവിഡ് മില്ലർ, പിന്നെ KL രാഹുൽ 90 സംതിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സെഞ്ചുറി നഷ്ടമായി. ചിലപ്പോൾ ആ സെഞ്ചുറികളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഡേവിഡ് മില്ലറിന് ഇറങ്ങേണ്ടി വരില്ല. സ്റ്റെപ്സും KL രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ കളി ജയിച്ചേനെന്ന് തോന്നി. ആ റൺഔട്ട് ഭയങ്കരമായിട്ടുള്ളൊരു നിരാശ തന്നിട്ടുണ്ടായിരുന്നു. ആ റൺഔട്ടിലാണ് ശരിക്കും കളി പോയത്. അപ്പൊ എന്തായാലും നല്ലൊരു ത്രില്ലർ മാച്ച്, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാച്ച്. ഈ മാച്ച് കാണാത്തവർക്ക് ശരിക്കും ഭയങ്കര മിസ്സിംഗ് ആണ്, സത്യം പറയാം. ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് പിന്നെ റിവ്യൂ എടുക്കാൻ രാത്രി പ്ലാൻ ചെയ്തു, പക്ഷെ വേറെ എന്തൊക്കെ പണികൾ അതിന്റെ ഇടയിൽ വന്നതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഈ മാച്ച് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. എന്തായിരുന്നു ശരിക്കും ലാസ്റ്റ് മൊമെന്റിൽ ആ സംഭവിച്ചത്? നിങ്ങൾ ആ നോട്ട് ചെയ്തായിരുന്നു ആ ഒരു 6-4 ആയിട്ട് കൊടുത്തിട്ടുള്ളത്? അത് 6 ആണോ 4 ആണോ എന്നുള്ളത് എനിക്കിപ്പോഴും ഡൗട്ട് ഉണ്ട്, കാരണം അതിന്റെ റിപ്ലൈ പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും അടുത്ത വീഡിയോ കാണാം.